ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പാലൈൻ ഫാമിലി. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയാലോ? എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ രുചി എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് കണവ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം കണവ ചെറിയ പീസായി കട്ട് ചെയ്ത് വൃത്തിയാക്കി ഒരു പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണവ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണവ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള കടുകും ഇട്ട് കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നീളത്തിനാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതുപോലെ അതങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായി പൊടിയായി അരിഞ്ഞാലും മതി. ഇവിടെ ഞാൻ നീളത്തിന് അരിഞ്ഞ് വെച്ചതന്നേ ഉള്ളൂ. അതുപോലെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് വഴന്നതിൻ്റെ പച്ചമണമെല്ലാം മാറി കിട്ടുമ്പോൾ നമുക്കതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു പിടി ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുകൂടെ നമുക്കതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നല്ലതുപോലെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ച പച്ചമുളക് തന്നെയാണ്. അപ്പോൾ ഏത് പച്ചമുളക് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക്, ഇഞ്ചിയും ഉള്ളിയും എല്ലാം നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ ചേർക്കേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ കണവ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നു. കുരുമുളക് പൊടി ഉണക്ക കുരുമുളകിൻ്റെ പൊടിയല്ല ഞാനിവിടെ ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ ഉണക്ക കുരുമുളകിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് പച്ച കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നല്ലതുപോലെ വഴറ്റി ആ മസാലകളെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചതച്ചത് ചേർത്ത് കൊടുക്കും. തക്കാളി ചതച്ചതല്ല, തക്കാളി പേസ്റ്റ് 3 തക്കാളിയാണ് ഞാനിവിടെ പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത്. അതുകൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ടും തക്കാളി പേസ്റ്റും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഈ കൂട്ട് നല്ലതുപോലെ തിളപ്പിക്കണം. നല്ലതുപോലെ ഈ മസാലകളെല്ലാം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് കണവ ഇട്ട് കൊടുക്കാം. 500 ഗ്രാം കണവ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ മസാലക്കൂട്ട് നല്ലതുപോലെ കണവയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലൂടെ നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു മൂടി വെച്ച് അടച്ച് ഒരു 5 to 10 മിനിറ്റ്സ് വരെ നല്ലതുപോലെ ഒരു ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. 5 to 10 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ മൂടി വെച്ച് വേവിച്ചാൽ മാത്രമേ കണവ നല്ലതുപോലെ വെന്ത് കിട്ടും. കണവയ്ക്ക് അത്യാവശ്യം വേവുള്ളതാണ്. അപ്പോൾ അത് നല്ലതുപോലെ വെന്ത് കിട്ടും. ഒരു 5 to 10 മിനിറ്റ് വരെ നമ്മൾ നല്ലതുപോലെ അടച്ച് വേവിക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കണവയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ കണവ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ കണവ റോസ്റ്റിൽ അവസാനം നമുക്ക് ഒരു അരമുറി ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുക. അരമുറി നാരങ്ങ പിഴിഞ്ഞ ജ്യൂസ് കൂടെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി കാണുമ്പോൾ ബൈ.